ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല കുറുകിയ ചാറൊക്കെ ആയിട്ട് നമുക്കിത് ചപ്പാത്തിക്കും അപ്പത്തിനും നൂൽപുട്ടിനും ഒക്കെത്തിനും നല്ലതാണ് കേട്ടോ. ചോറിൻ്റെ കൂടിയായാലും അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കണം കേട്ടോ. തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ജീരകം, പെരിഞ്ജീരകം, കുരുമുളക്, ചെറുനാരങ്ങ നീര്, കറിവേപ്പില, ഇതൊക്കെ കൂട്ടി ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ആ അരപ്പ് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് കേട്ടോ, കുറച്ച് ഉപ്പിട്ടോളൂ. എന്നിട്ട് കുറച്ചധികം നേരം മാരിനേഷന് വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുക. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിതിലിട്ടിരിക്കുന്നത്. അതാണ് ഈ നല്ല റെഡ് കളറായിട്ടുള്ളത് കേട്ടോ. ചിക്കനിൽ മസാലയെല്ലാം പിടിപ്പിച്ച് വെച്ചതിന് ശേഷം ഞാൻ 2 ചെറിയ ഉള്ളി സവാള എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കുക. ആദ്യം തന്നെ 1/2 സ്പൂണോളം മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുക കേട്ടോ. ഇതേപോലത്തെ ഒരു കളറാവുമ്പോൾ, സവാള ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് പണി. ബാക്കി ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് ലോ സിമ്മിലിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളണം, അടി പിടിക്കാതിരിക്കാൻ. ഉള്ളിയുടെ കുഞ്ഞുള്ളിയുടെയൊക്കെ പച്ചച്ചവ നന്നായിട്ട് പോകണം കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചിക്കനിലുള്ള വെള്ളം തന്നെ മതി. നമുക്ക് കുറച്ചും കൂടെ ഗ്രേവിയുടെ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് ആ എണ്ണ തെളിയുന്ന വരെ ആക്കിയെടുക്കുക കേട്ടോ. നന്നായി കുറുകി വരുന്ന വരെ. അടിപൊളി ടേസ്റ്റായിരിക്കും, നല്ലൊരു മണം വരും. ഇപ്പോൾ അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി നോക്കല്ലേ.